ടെൻഷനാടോ. വയനാടൻ ചുരത്തിലൂടെ വീണ്ടും ഒരു യാത്ര 17 വർഷങ്ങൾക്ക് ശേഷം. ശരിക്കും പറഞ്ഞാൽ 17 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ വയനാട് ചുരം കയറിയത് വയനാട് ജയശ്രീ CKRMC CK രാഘവൻ മെമ്മോറിയൽ BEd സെൻറ്ററിലെ BEd പഠിക്കാനായിരുന്നു. ആ സമയത്ത് നെടുമ്പുൽ ചുരം എത്തിക്കഴിഞ്ഞാൽ എനിക്കുള്ളിൽ ഭയങ്കര ടെൻഷനാണ്. എന്താണെന്ന് വെച്ചാൽ പിന്നെ ഛർദ്ദിക്കാൻ തുടങ്ങും. ആ ഛർദ്ദി ഒഴിവാക്കാൻ ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ കണ്ണും പൂട്ടി ഒറ്റ കിടത്താം. എപ്പോഴെങ്കിലും കണ്ണു തുറക്കുമ്പോൾ പെരിയ ഒക്കെ കാണും. അപ്പോഴേക്കും ഏകദേശം നിരപ്പായ സ്ഥലങ്ങളൊക്കെ ആയിട്ടുണ്ടാവും. അതുവരെ ഞാൻ ഉറങ്ങുക ചെയ്യാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആസ്വദിക്കാൻ. അതെനിക്ക് സൈഡ് സീറ്റ് കിട്ടണമെന്നൊന്നുമില്ല. അത് സൈഡ് സീറ്റിൻ്റെ ഇപ്പുറത്ത് കിട്ടിയാലും ദൂരെയുള്ള ആ കാഴ്ച എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ആ വർഷങ്ങളൊക്കെ ഞാനിങ്ങനെ പഠിക്കാൻ പോകുന്ന സമയത്ത് ഒന്നും ആസ്വദിക്കാൻ എനിക്ക് പറ്റിയിട്ടുമില്ല. പക്ഷേ ഛർദ്ദിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇപ്പം ഞാൻ ഗുണ്ടൽപേട്ടിലെ യാത്ര, അതായത് അവിടെ ഉള്ള ഗോപാലസ്വാമി ക്ഷേത്രത്തിലേക്കുള്ള യാത്രയിൽ താഴെ നെടുമ്പയിൽ ചുരത്ത് നിന്നാണ് ഞങ്ങൾ ഭക്ഷണം കഴിച്ചത്. ആ ഹോട്ടലൊക്കെ ഞങ്ങൾ അന്ന് പോകുന്ന സമയത്തൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊന്നും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അന്നേയുള്ള ഹോട്ടൽ തന്നെ. ആ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച് പിന്നെ ആ നെടുമ്പുൽ ചുരം കയറുമ്പോൾ ഛർദ്ദിക്കുമെന്നോ ഒന്നും തന്നെ എൻ്റെ ഉള്ളിൽ ഉണ്ടായിട്ടില്ല. ഞാൻ മാനന്തവാടി കഴിഞ്ഞ് ഗുണ്ടൽപേട് വരെ ഉറങ്ങാണ്ട് നിന്നപ്പോൾ എനിക്ക് തന്നെ അത്ഭുതമായിരുന്നു. കൂടെയുള്ള അനശ്വരും അൻസലും അഭയും ഒക്കെ പറയുന്നുണ്ടായിരുന്നു ഒരു ഉറക്കം വരില്ല പിന്നൊക്കെ. ഓക്കെ, ഞാൻ ആദ്യമായിട്ട് ഈ വയനാട് ചുരം കയറുമ്പോൾ ഞാൻ അനുഭവിച്ചത്, അതായത് ആദ്യം എനിക്ക് BEd സെൻറ്റർ കിട്ടിയത് തുറവൂറിലായിരുന്നു, ആലപ്പുഴ. അവിടെ നിന്ന് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടി. സെക്കൻഡ് അലോട്ട്മെൻറ്റ് ക്യാൻസലാക്കാൻ മറന്നുപോയി, വിട്ടുപോയല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നപ്പോൾ എനിക്ക് വയനാട് കിട്ടി. ഓപ്ഷൻ കട്ട് ചെയ്യാത്തതിൻ്റെ പറ്റിയതാണ്. പിന്നെ അവിടെ നിന്ന് ഒരു എന്താ പറയുക പറിച്ചു മാറ്റാണ് ഇവിടത്തേക്ക്. ശരിക്കും ഞാൻ ആദ്യമായിട്ട് സെൻറ്ററിൽ BEd പഠിക്കാൻ പോകുമ്പോൾ BEd ചുരമല്ല, എൻ്റെ വീട് മുതൽ BEd സെൻറ്റർ വരെ ഞാൻ എൻ്റെ ചെവി പൊട്ടുന്ന തരത്തിലുള്ള ചീത്തവാക്കുകൾ കേട്ടിട്ടാണ് BEd സെൻറ്ററിൻ്റെ പടി കയറുന്നത്. അത്രമാത്രം സപ്പോർട്ടാണ് എൻ്റെ വീട്ടുകാർക്ക് എന്ന് ഇതിലൂടെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഒന്നും ആസ്വദിക്കാൻ പറ്റാത്തത് വർഷങ്ങൾക്ക് ശേഷം എനിക്ക് ആസ്വദിക്കാൻ പറ്റി.